പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഏപ്രിൽ മാസം 1-ാം തീയതി ഹല്ലേലൂയ ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തൊരു പാലിച്ചില്ലേ, അതിനായിട്ട് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നില്ലേ, അതിനായിട്ട് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് കരമുയർത്തി സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ പറഞ്ഞു, എൻ്റെ കർത്താവ് നല്ലവൻ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു മാസക്കാലം അത്ഭുതകരമായി നടത്തി നമ്മളെ മാർച്ച് മാസം ശ്രേഷ്ഠമായി അതിശയകരമായി നമ്മളെ കൈപിടിച്ച് നടത്തിയ കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും കൂട്ടായിട്ടിരുന്നതിന് കൂടെ ഇരുന്നതിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ ഒരു മാസക്കാലം ആമേൻ ചിറകിൻ്റെ മറവിൽ നമ്മളെ സംരക്ഷിച്ചതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത്ഭുതമായി നമ്മളെ നടത്തി. ഹല്ലേലൂയ. യഹോവ ജയറയായി നമ്മുടെ കൂടെ ഇരുന്നു. എല്ലാ കാര്യങ്ങളിലും കൂട്ടായിട്ടിരുന്നതിന് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. നന്ദിയോടെ 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 സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. ഒരിക്കലൂടെ പറയാം, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. ഒരിക്കലൂടെ പറഞ്ഞു, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവയായ കർത്താവേ, അങ്ങ് എൻ്റെ പ്രത്യാശയാകുന്നു, ബാല്യം മുതൽ എൻ്റെ കർത്താവ് എൻ്റെ ആശ്രയം തന്നെ. അവൻ 71-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിച്ചു. 6-ാമത്തെ വാക്യം, ഗർഭം മുതൽ കർത്താവ് എന്നെ താങ്ങിയിരിക്കുന്നു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എടുത്തവൻ കർത്താവ് തന്നെ. എൻ്റെ സ്തുതി എപ്പോഴും കർത്താവിനെ കുറിച്ചാകുന്നു. നമുക്കൊരുമിച്ച് കാര്യങ്ങളെ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടയ്ക്കണം. സന്തോഷത്തോടെ പ്രാർത്ഥിച്ചാണ്. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് ഏപ്രിൽ മാസം 1-ാം തീയതി കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അപ്പോൾ ഒരിക്കലൂടെ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൻ്റെ കൃപകൾക്കായിട്ട് സ്തോത്രം, കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം, കർത്താവിൻ്റെ വാത്സല്യത്തിനായിട്ട് സ്തോത്രം. ഈ പുതിയ മാസത്തിൻ്റെ പുതിയ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങേപ്പോലെ മറ്റൊരാളുമില്ല. അങ്ങേപ്പോലെ ആരാധനയ്ക്ക് യോഗ്യൻ ആരുമില്ലപ്പാ. അങ്ങേപ്പോലെ സ്തുതികൾക്ക് യോഗ്യൻ ആരുമില്ല. അങ്ങേപ്പോലെ മറ്റാരുമില്ല. അങ്ങ് സർവശക്തൻ, അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, അങ്ങ് വിടുവിക്കുന്നവൻ. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ മാസക്കാലം ഞങ്ങളെ നടത്തിയതിന് സ്തോത്രം 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 സ്തോത്രം. ഞങ്ങൾക്ക് ആരോഗ്യം തന്നതിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ആയുസ്സിനെ നീട്ടി തന്നതിന് സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളുടെ കാലുകളെ ബലപ്പെടുത്തിയതിന് സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ കൈകളെ ബലപ്പെടുത്തിയതിന് സ്തോത്രം സ്തോത്രം. അപ്പോൾ അത്ഭുതമായി മാർച്ച് മാസം നടത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ഹല്ലേലൂയ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. എല്ലാവരുടെയും ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകണം. കർത്താവേ, ഇന്നത്തെ പകൽക്കാലം എല്ലാവരെയും അത്ഭുതകരമായി സൂക്ഷിക്കുന്നതിന് സ്തോത്രം. ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കുന്നതിന് സ്തോത്രം. കർത്താവിൻ്റെ കൃപ കൊണ്ട് എല്ലാവരെയും പൊതിയണം. ആമേൻ. ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എന്ത് ഭാരങ്ങൾ മനസ്സിലുണ്ടെങ്കിലും അത് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഈ ഫസ്റ്റ് ഡേ ഞങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ ഈ പ്രാർത്ഥനയും ഉപവാസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുക. കർത്താവേ, ഇന്ന് ഞങ്ങൾ പുതിയ മാസത്തിൻ്റെ ആരംഭ ദിവസം അങ്ങനെ കൂടെ ഇരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെയും ഉപവാസത്തോടുകൂടെയും ആരാധനയോടുകൂടെയൊക്കെ അങ്ങനെ കൂടെ ഇരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങ് ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ പ്രത്യേക കൃപ ഞങ്ങൾക്ക് വേണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെ ദിവസം നമ്മൾ കർത്താവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ പകൽക്കാലം കർത്താവിനോട് ചേർന്നിരിക്കുക. നിങ്ങൾ ജോലിയിലായിരിക്കാം, നിങ്ങളുടേതായ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലും ആമേൻ കഴിവതും ഈ പകൽക്കാലം പ്രാർത്ഥിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും ദൈവ സാന്നിധ്യത്തിലിരിക്കുവാനും കഴിവതും പരിശ്രമിക്കുക. അതിനുവേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കുക. പ്രത്യേകിച്ച് ആമേൻ വൈകിട്ട് നമുക്ക് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. ആമേൻ എല്ലാവരും തന്നെ അതിൽ പങ്കെടുക്കുക. ഈ പുതിയ മാസത്തിൻ്റെ
ആരംഭ ദിവസമാണ്. ഇന്ന് ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയും, നാളെ യഹോവ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളെ ചെയ്യും, അതുകൊണ്ട് നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പിൻ. ഈ ദിവസത്തെ എന്ത് ചെയ്യണം? ദൈവത്തിനായി വിശുദ്ധീകരിക്കണം. ഇത് ആദ്യത്തെ ദിവസമാണ്, ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത്. ഇത് ഒരു മാസത്തിൻ്റെ വാതിലാകുന്നു. ഈ ദിവസത്തെ നമ്മൾ എന്തിനു വേണ്ടി? കർത്താവിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന ദിവസമായിരിക്കണം. ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കണം, കർത്താവിന് വേണ്ടി മാറ്റിവെക്കണം. അങ്ങനെ നമ്മൾ മാറ്റിവെക്കുമ്പോൾ ആ ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ആ മാസം നടക്കും. ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ഡം മുഴുവനും, പിന്നീടുള്ള ഇതെല്ലാം അനുഗ്രഹമായി വിശുദ്ധമായി തന്നെ ഇരിക്കും. വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കുക. ആമേൻ. ഇവിടെ ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ ജോർദാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ്. ജോർദാൻ നദിയുടെ മുമ്പിൽ നിൽക്കുക. അവർക്ക് അത് കടക്കുവാൻ മാർഗമില്ല, നിറഞ്ഞ് കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. മാനുഷികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് അവർക്ക് കടന്നു പോകുക എന്നുള്ള അസാധ്യമാണ്. അപ്പോഴാണ് യോശുവ ജനങ്ങളോട് പറഞ്ഞത്, ഇന്നത്തെ ദിവസം നിങ്ങൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുക, എന്നാൽ നാളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ആമേൻ. അപ്പോൾ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നതിന് മുമ്പ്, ഒരു ദൈവിക അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ആത്മീയ തയ്യാറെടുപ്പ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് ഈ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യുക? കർത്താവിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ഈ മാസം മുഴുവനും ദൈവത്തിൻ്റെ കൈ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണുവാൻ കഴിയും. എല്ലാവരും ആമേൻ. അതുകൊണ്ടാണ് 3-ാം സദൃശവാക്യം 3-ന്റെ 6 പറഞ്ഞു, നിൻ്റെ എല്ലാ വഴികളിലും കർത്താവിനെ ഓർത്തു കൊള്ളുക, അല്ലെങ്കിൽ കർത്താവിനെ നനച്ചു കൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. സാധാരണ എല്ലാവരും എന്നെ ചെയ്യുന്നു, ആദ്യത്തെ ദിവസം തന്നെ കുറേ ഓട്ടം ഓടാൻ നോക്കും, കുറേ കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. വെയിറ്റ്, ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ കൂടെ ഇരിക്കുക. എന്താ വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം ദൈവത്തിന് വേണ്ടി വേർതിരിക്കുക, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക, നമ്മളെ ആത്മീയമായി തയ്യാറാക്കുക, ദൈവത്തിൻ്റെ സന്ദർശനത്തിനായി, ദൈവിക ഇടപെടലിനായി നമ്മുടെ മനസ്സിനെ ഒരുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അതായത് വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ പാപം ഒഴിവാക്കുക എന്നത് മാത്രമല്ല, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമ്മളെ ഒരുക്കുന്നതാണ് വിശുദ്ധീകരണം, അല്ലെങ്കിൽ വേർപെടുത്തി നിർത്തുക. അപ്പം എങ്ങനെ നമുക്ക് ഈ ദിവസം വിശുദ്ധീകരിക്കാം? എങ്ങനെ കർത്താവിന് വേണ്ടി മാറ്റിവെക്കാം? ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെക്കുക. ആമേൻ. ഇന്ന് പ്രാർത്ഥനയും ഉപവാസവുമാണല്ലോ. ദൈവവചന ധ്യാനത്തിന് വേണ്ടി കൂടുതൽ ഇന്നലത്തേനേക്കാൾ മിനിഞ്ഞാന്നത്തേനേക്കാൾ അധികം സമയം ഈ 1-ാം തീയതി കർത്താവിന് വേണ്ടി മാറ്റി. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളെല്ലാം ഭയങ്കര വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുക. എങ്ങനെയാണ് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് നമുക്കറിയാൻ മേലാതിരിക്കുന്ന സാഹചര്യമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ യഹോശാഫാത്തിൻ്റെ മുമ്പിൽ പ്രതിസന്ധി വന്നപ്പോൾ യഹോശാഫാത്തും ജനവും എന്ത് ചെയ്തു? ദൈവസന്നിധിയിലേക്ക് സമയം മാറ്റിവെച്ചു. അവർ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അപ്പോൾ ദൈവം അവർക്ക് ആലോചന കൊടുത്തു. അതാണ് മത്തായിയുടെ സുവിശേഷം 6:33, നീ മുൻപേ എൻ്റെ കാര്യം നോക്ക്, നിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ഈ ആദ്യത്തെ ദിവസം എന്ത് ചെയ്യണം? ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം, പാട്ടുപാടണം, ദൈവത്തെ സ്തുതിക്കണം, കർത്താവിനോട് ചേർന്നിരിക്കണം. ആമേൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ആമേൻ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ഉള്ളത് മാറ്റിവെച്ചിട്ട് നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധി ആമേൻ വിശുദ്ധമായി സൂക്ഷിച്ച് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ദൈവവചനം ധ്യാനിക്കാനും ഒക്കെ ആമേൻ എല്ലാത്തിനു വേണ്ടി മാറ്റിവെച്ചിട്ട് ഭയം, ആശങ്ക, കോപം, സംശയം ഇതെല്ലാം മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ അങ്ങോട്ട് ഇരുന്ന് നോക്കി. ഹല്ലേലൂയ. വലിയ പ്രവൃത്തി ഈ മാസം കാണാൻ കഴിയും. മനുഷ്യർ ലോകം മുഴുവൻ ചിന്തിക്കുന്നത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ നമുക്ക് ദൈവം വഴി തരും, ദൈവം നമുക്ക് ആലോചന പറഞ്ഞു തരും, ദൈവം നമുക്ക് ബുദ്ധി പറഞ്ഞു തരും. നമുക്ക് വലിയ വലിയ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. അപ്പം നമ്മൾ ദൈവസന്നിധി മാറ്റിയിരിക്കുമ്പോൾ ദൈവം നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കും, നമ്മുടെ നാവിൽ പുതിയ വാക്കുകൾ തരും, പുതിയ വചനങ്ങൾ തരും. അത് ഈ മാസത്തെ നോക്കി ഡിക്ലെയർ ചെയ്യുക. അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുക. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. വിശ്വാസത്തോടെ നമുക്ക് ദൈവിക സന്നിധിയിലായിരിക്കാം. ആമേൻ. ഓരോ പുതിയ സീസണ് മുമ്പും ജനങ്ങൾ ദൈവസന്നിധി തയ്യാറെടുക്കുക എന്നുള്ളത് ദൈവിക പദ്ധതിയാണ്. യോർദാൻ പിളർക്കുന്നതിന് മുമ്പ് അവിടെ ഒരു വേർപാട് ആവശ്യമായിരുന്നു, ഒരു മാറിയിരിക്കുക എന്നുള്ളത് ആവശ്യമായിരുന്നു. എരിഹോ വീഴുന്നതിന് മുമ്പ് ജനം അവിടെ കർത്താവ് പറഞ്ഞു, നിങ്ങളെ തന്നെ ഒരുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവം അത്ഭുതം ചെയ്യും, നമ്മളെ തന്നെ തയ്യാറാക്കുക. കരമുയർത്തി പറ, ഈ മാസം ദൈവിക സഹായം ലഭിക്കും. അടുത്തത്, ഈ മാസം എനിക്കായി വാതിലുകൾ തുറക്കും, അപ്രതീക്ഷിതമായ അനുഗ്രഹങ്ങൾ എൻ്റെ മുമ്പിൽ വരും. ഇതുവരെ പറയാത്ത വിധ സാക്ഷ്യങ്ങൾ പറയുവാൻ കർത്താവ് എനിക്ക് ഈ മാസം ഇടവരുത്തുമെന്ന് കരമുയർത്തി പറഞ്ഞാട്ടെ. ഒന്ന് നമുക്ക് ഈ മാസത്തെ ഒന്ന് സമർപ്പിക്കാം. നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിയിട്ടൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ, ഇന്നത്തെ ദിവസം ഞങ്ങൾ അങ്ങേയ്ക്കായി മാറ്റിവെക്കുക. ഞങ്ങളുടെ ഹൃദയത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു, ഞങ്ങളുടെ വിചാരങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, ദൈവിക ക്രമീകരണം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നുണ്ടാകുവാൻ സഹായിക്കണം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അങ്ങനെ ഇഷ്ടത്തിനായി
കർത്താവെ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. അത് കർത്താവ് ആമേൻ അങ്ങയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ മാസത്തെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്നതിന് സ്തോത്രം. ഓരോ ദിവസവും ദൈവിക കരം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് സ്തോത്രം. ദൈവിക വാതിലുകൾ ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നതിന് സ്തോത്രം. കർത്താവെ അസാധാരണമായ സാക്ഷ്യങ്ങൾ ഞങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ ആർക്കും എതിര് പറയാൻ കഴിയാത്ത വിധത്തിൽ ദൈവിക അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ കർത്താവിനോടുകൂടെ നടക്കുവാൻ ഈ മാസം ഞങ്ങളെ സഹായിക്കുന്നതിന് സ്തോത്രം. ഈ മാസം ഒരു ദൈവിക ക്രമം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ തടസ്സങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നതിനായി സ്തോത്രം. അസാധാരണമായി കർത്താവിൻ്റെ നാമം ഞങ്ങളിലൂടെ മഹത്വപ്പെടുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏപ്രിൽ മാസത്തെ അനുഗ്രഹിക്കുന്നു. ഇത് അത്ഭുത സാക്ഷ്യങ്ങൾ ഞങ്ങളിലൂടെ വെളിപ്പെടുന്ന മാസമായി തീരുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ പകൽക്കാലം നിങ്ങളെ തന്നെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുക, മാറ്റിവെക്കുക. വൈകിട്ടത്തെ മീറ്റിങ്ങിൽ തക്ക സമയത്ത് വന്ന് പങ്കെടുക്കുക. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. കർത്താവ് നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ആമേൻ. കരങ്ങളെ ഉയർത്തി പറഞ്ഞ് നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.